ഫ്രണ്ട്സ്, അപ്പോൾ ഷമീർ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്നുള്ളത് നമ്മുടെ വീട്ടിലാണ്. അപ്പോൾ ഇന്നലെ മഴയും അതുപോലെ തന്നെ ശക്തമായ കാറ്റടിക്കൽ മൂലം ഇന്ന് എവിടെയും കറണ്ട് ഇല്ല കേട്ടോ. അപ്പോൾ ലൈനോ കാര്യങ്ങളെന്തൊക്കെ പൊട്ടിയിട്ട് ഇപ്പോൾ മൊത്തം കറണ്ട് പോയിട്ട് ഇപ്പോൾ കുറേ ടൈമായി. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ട്, പക്ഷേ ഇൻവെർട്ടറിൻ്റെ ബാറ്ററി വളരെ ലോ റേഞ്ചിലുള്ളതാണ്. 40 AH ബാറ്ററി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പ് വളരെ കുറവാണ്. നമുക്ക് കുറച്ച് നേരം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ ലോങ് ടൈമിൽ കറണ്ട് പോകുമ്പോൾ ഒന്നും നമുക്കത് യൂസ്ഫുൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു വേറൊരു ബാറ്ററി 160 AH ബാറ്ററി വാങ്ങി സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റ് എത്രയാണ്, നമ്മുടെ പഴയ ബാറ്ററിക്ക് എന്ത് റേറ്റ് കിട്ടും, അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് രീതി, അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി നമ്മൾ അഴിക്കണം കേട്ടോ. അഴിച്ചിട്ട് ഷോപ്പിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. ഈ ബാറ്ററി ഇപ്പോൾ റണ്ണിങ് കണ്ടീഷനാണ്, അതുപോലെ വർക്കിംഗ് കണ്ടീഷനാണ്. പക്ഷേ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ബാക്കപ്പ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് യൂസ്ഫുൾ അല്ല. ചെറിയ വീടുകൾക്കൊക്കെ ഇത് ഓക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കുറേ ലോഡൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ ബാക്കപ്പ് വളരെ കുറവാണ്. അതുകൊണ്ട് ഇത് മാറ്റിയിട്ട് നമ്മൾ വേറെ ബാറ്ററി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ടെൻ-hour 40 AH ബാറ്ററി, 27 ഡിഗ്രി സെൽഷ്യസ്. അതതിൻ്റെ ടെമ്പറേച്ചർ എന്താണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബാറ്ററി അഴിച്ചിട്ടുണ്ട് കേട്ടോ. ബാറ്ററി അഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, പിന്നെ പറയുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ ബർത്തിൻ്റെ മേലെ ഒരിക്കലും ഇൻവെർട്ടർ വെക്കരുത്. ഇതിപ്പോൾ എൻ്റെ വീടാണ്, ഞാൻ തന്നെ വെച്ചു. പക്ഷേ ശരിക്കും അങ്ങനെ വെക്കാൻ പാടില്ല. ഞാൻ അവിടെ കുത്തിപ്പൊളിക്കേണ്ട മടിക്ക് വെച്ചതാണ്. പക്ഷെ അങ്ങനെ വെക്കുമ്പോൾ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബാറ്ററി വെള്ളം ഒഴിക്കാനും അതുപോലെ മറ്റ് കാര്യങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ ഇന്നൊരു വേപ്പറൈസ് ഗ്യാസ് വരാണ്ട്. അപ്പോൾ ഇത് എയർ സർക്കുലേഷനുള്ള സ്ഥലത്ത് വെക്കണം എന്നാണ് അങ്ങനെയാണ് ശരിക്കും വെക്കേണ്ടത് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബാറ്ററി വണ്ടി കയറ്റിട്ടോ. ഇനി നമ്മൾ നേരെ പോണ കടയ്ക്ക്. അപ്പോൾ നമ്മൾ പഴയ ബാറ്ററി കൊടുത്തിട്ട് പുതിയ ബാറ്ററി മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് പുതിയ ബാറ്ററി. ഇത് മേടിച്ചിട്ടുള്ളത് A to Z ഇലക്ട്രിക്കൽ, നമ്മുടെ നാസർഖാൻ്റെ കടയിൽ നിന്നാണ്. പവർ ടൂൾസ് കാര്യങ്ങളൊക്കെ റെൻറ്റിന് കൊടുക്കുന്ന ഷോപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധനം കൊടുത്തിട്ടുണ്ട്. ഇനി ഇവനെ കയറ്റിയാണ് സെറ്റാക്കണം. അതാണ് പരിപാടി. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി കേട്ടോ. ഇതാണ് ബാറ്ററി. 160 AH ആണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. 12 വോൾട്ട് 160 AH ആണ് ബാറ്ററി. ഇതിന്റെ വില വന്നിട്ട് 15,500 ആണ് കേട്ടോ. നമുക്ക് പഴയ ബാറ്ററിക്ക് സ്ക്രാപ്പിലാണ് പോയത്. അത് യൂസ്ഫുൾ ആണ്, പക്ഷെ അത് ഉപയോഗിക്കാൻ ആരും പെട്ടെന്ന് വന്ന് മേടിച്ചില്ലെങ്കിൽ അത് കംപ്ലൈന്റ് ആയി പോകും. അപ്പോൾ അത് സ്ക്രാപ്പിൽ അവർ മേടിക്കുള്ളൂ. അപ്പോൾ സ്ക്രാപ്പിലായതുകൊണ്ട് 2000 റുപ്യ നമുക്ക് അതിന് കിട്ടിയിട്ടുള്ളൂ. ഇതിന് 15,500 ആണ് കേട്ടോ ഇതിന്റെ വില. പിന്നെ അതിന് ഗ്യാരണ്ടി കാർഡ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ സീൽ ചെയ്ത് മേടിച്ചിട്ടുണ്ട്. അതാണ് ഇതിനെങ്ങനെയാ വെച്ചാൽ 4 വർഷത്തെ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയാണ് പറയുന്നത്. അതായത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, അതായത് ഇതിനെന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ 4 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ സാധനം മാറ്റിത്തരും. അതാണ് ഇതിന്റെ ഗ്യാരണ്ടി. അതായത് നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന കംപ്ലൈന്റ്, അതായത് ഇപ്പോൾ തന്നെ ഇതിൽ വാട്ടർ ഫുള്ളാണ്. ഇതിൽ നോർമലി ക്യാപ്പാണ്. പിന്നെ നമ്മൾ ഈ ക്യാപ്പ് ഇട്ടാൽ ഇത് ഇൻഡിക്കേഷൻ ക്യാപ്പാണ്. അതായത് വെള്ളത്തിന്റെ ലെവൽ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ടോപ്പിലാണ് നിൽക്കുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താവും, താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങും. ഒരു മാസത്തിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ 2-3 മാസത്തിന്, അല്ല 2-3 ആഴ്ചൻ്റെ ഉള്ളിലൊക്കെ ഈ താഴത്തേക്ക് ഇറങ്ങും. താഴത്തേക്ക് ഇറങ്ങുമ്പോൾ കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ബാറ്ററി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ബാറ്ററി വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ഇതിങ്ങനെ യൂസ് ചെയ്താൽ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റിൽ വരില്ല. അത് നമ്മുടെ മിസ്റ്റേക്കാണ്. നമ്മുടെ മിസ്റ്റേക്കിന് എന്തില്ല, ഗ്യാരണ്ടി ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ നമ്മളിത് ശ്രദ്ധിക്കാതിരുന്നാൽ അത് സംഭവം കുളമാവും. അല്ല, നമ്മൾ കറക്റ്റായി ശ്രദ്ധിക്കണം. അതുപോലെ സെറ്റ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവും നെഗറ്റീവോ കറക്റ്റായി സെറ്റ് ചെയ്യണം. അത് ഇലക്ട്രീഷ്യന്മാർക്ക് അറിയാം. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ക്യാപ്പൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം ലെവലാക്കിയിട്ടുണ്ട്. നോർമലായിട്ടുള്ള ക്യാപ്പൊക്കെ നമ്മൾ അഴിച്ച് മാറ്റാം. എല്ലാം അഴിച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിന് നമ്മൾ 500 വാട്ട്സിൻ്റെ അടിയിലാണ് ഇപ്പോൾ നമ്മൾ ലോഡ് കണക്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ബാക്കപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു 500 വാട്ട്സ് ഫുൾ ലോഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിലൊക്കെ 2 ദിവസമൊക്കെ നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മളെന്തായാലും ഫുൾ ലോഡിൽ ഉപയോഗിക്കില്ലല്ലോ. നമ്മളിപ്പോൾ മാക്സിമം കറണ്ട് പോയാൽ ഒരു 2-3 ലൈറ്റ് ഇടും. അത്യാവശ്യം വേണ്ട ലൈറ്റ് അല്ലേ ഇടുള്ളൂ. അതുകൊണ്ട് നമുക്ക് 3-4 ദിവസമൊക്കെ കറണ്ട് ഇല്ലെങ്കിലും സംഭവം സീനില്ല, വിഷയമല്ല. വലിയ ബാറ്ററി ആയതുകൊണ്ട് നമുക്ക് പേടിക്കാനുമില്ല. 500 വാട്ട്സ് താഴെ ആകുമ്പോൾ കേട്ടോ. ലോഡ് കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത് വെച്ചാൽ അത്രയും ബാക്കപ്പ് നമുക്ക് കുറയും.
അതിന് ആധികാരികമായിട്ട് നമ്മൾ എഴുതി കണക്ക് കൂട്ടുകയാണെങ്കിൽ ആ എഴുതി കണക്ക് കൂട്ടിയ മണിക്കൂർ നമുക്ക് കിട്ടും. ഞാൻ ഇപ്പോൾ ഏകദേശം ഉദ്ദേശം കണക്കാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. നമുക്ക് സെറ്റ് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ വളരെ പണിപ്പെട്ടിട്ട് നമ്മൾ ഈ സാധനം മേലെ കയറ്റിട്ടോ. മേലേക്ക് ആരും ഇൻവെർട്ടർ സെറ്റ് ചെയ്യരുത്, കാരണം നല്ല പണിയാണ്. കയറ്റണമെങ്കിൽ നല്ല പണിയാണ് കേട്ടോ. ഉണ്ട് ഈ കവറിലൊരു ജെല്ല് വന്നിട്ടുണ്ട് കേട്ടോ, പെട്രോളിയം ജെല്ല്. അത് നമുക്ക് ഈ ടെർമിനലിൽ തേച്ച് കൊടുക്കാനാണ്. ടെർമിനലിൽ ക്ലാവോ മറ്റോ പിടിക്കാണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ അതൊന്ന് തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ നല്ല പോലത്തെ ക്ലാവൊക്കെ വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇത് ഇലക്ട്രീഷ്യന്മാർക്ക് അറിയാം കേട്ടോ, നമ്മൾ പറയുന്നതേ ഉള്ളൂ. ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്ലസും മൈനസും ഒരിക്കലും മാറരുത്. ഒരിക്കലും ഒരു കാരണവശാലും പ്ലസും മൈനസും മാറാൻ പാടില്ല. പ്ലസ് എന്ന് പറയുന്നത് റെഡും മൈനസ് എന്ന് പറയുന്നത് ബ്ലാക്കും ആണ് കേട്ടോ. പിന്നെ നെഗറ്റീവ് ടെർമിനൽ മുട്ടിക്കുമ്പോൾ ചെറിയ സ്പാർക്ക് വരും കേട്ടോ. അത് കാര്യമില്ല, നമുക്ക് ഷോക്കൊന്നും ഏൽക്കില്ല. അത് ഇൻവെർട്ടർ ചാലു ആവുന്നതിൻ്റെ ഒരു സ്പാർക്കാണ്. അത് ഓൾറെഡി ബാറ്ററി ചാർജിലാണല്ലോ, അപ്പം അതിൻ്റെ സ്പാർക്കാണ്. ഇൻവെർട്ടറിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വാട്ടർ ലെവലാണ് കേട്ടോ. വാട്ടർ ലെവൽ എപ്പോഴും ക്ലിയർ ആയിരിക്കണം. നമ്മളൊരു മാസത്തിലേക്ക് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ എയർ സർക്കുലേഷനുള്ള സ്ഥലത്ത് വെക്കാനും ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ പരിപാടി ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ജെല്ല് തേച്ച് കൊടുക്കാം. ഇതൊരു കെമിക്കലാണ്, ഇത് കണ്ണിലും മൂക്കിലൊന്നും ആവരുത്, ശ്രദ്ധിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇൻവെർട്ടർ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓൺ ചെയ്യാം. ഓൺ ബട്ടൺ നമ്മൾ ഓൺ ചെയ്യുന്നു. സ്വിച്ച് ഓൺ ആക്കി. വാവ്, നമ്മുടെ ലൈറ്റ് അങ്ങ് കത്തി സെറ്റായിട്ടുണ്ട്. ബാറ്ററി വോൾട്ട് ഇതാ കാണിക്കുന്നുണ്ട് 12 വോൾട്ടാണ്. ഇപ്പോൾ സംഭവം ലോഡിങ് ആയിട്ടുണ്ട്. നമ്മൾ കറണ്ടൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടെർമിനൽ കവർ നമ്മുടെ ഉമ്മയാണ് കേട്ടോ നമുക്ക് ഹെൽപ്പർ. ഉമ്മക്ക് ക്യാമറയിൽ വരാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ടെർമിനൽ കവറാണ്. ഓക്കെ, സെറ്റ്. ഓക്കെ, ടെർമിനൽ കവർ ഇട്ടു. ഓക്കെ, സെറ്റ്. ടെർമിനൽ കവർ കിട്ട ആളും കുട്ടപ്പനായിട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ബാറ്ററിയുടെ വിലയാണ് കേട്ടോ ഈ 15,500 എന്ന് പറഞ്ഞ ബാറ്ററിയുടെ വിലയാണ്. പിന്നെ ഇത് ഇൻവേർട്ടർ റേറ്റ് വേറെയാണ് കേട്ടോ വരിക. പുതിയതായി വെക്കുമ്പോൾ ഈ 15,500 പ്ലസ് ഇൻവേർട്ടറിന്റെ പൈസ ഒക്കെ പാടെ കൂടിയിട്ട് നല്ലൊരു സാധനം വെക്കുകയാണെങ്കിൽ 10,26,000 രൂപ 25,000 രൂപ ആ റേഞ്ചിൽ വരും കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഷയോക്കിന്റെ ബാറ്ററിക്ക് വെച്ച് ഇൻവെർട്ടറൊക്കെ നല്ല സെറ്റാക്കി. അപ്പോൾ ആ കറണ്ടും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പം നിലവിലിപ്പോൾ നമ്മുടെ അവിടെ കറണ്ട് വന്നിട്ടില്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഇൻവെർട്ടർ ബാറ്ററി എങ്ങനെയാണ് വെക്കുക, എന്താണ് അതിൻ്റെ ലെവലുകൾ, കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് അറിയിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ കേട്ടോ. നിങ്ങളിലേക്ക് ഇതൊരു ഉപകാരമായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.